ശ്രീ കെ എൻ ബാലഗോപാൽ, നിശ്ചയമായും ഈ നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്നതിൻ്റെ സൂചന കാണിക്കുന്ന ബജറ്റ് തന്നെയായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ, അതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു ബജറ്റ്. പ്രത്യേകിച്ച് കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ഈ പറയുന്ന ദിവസവേതന ജീവനക്കാർ, കുടുംബശ്രീക്കാർ, സർക്കാർ ജീവനക്കാർ, ഇങ്ങനെ പല വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു ബജറ്റായിട്ട് തന്നെയാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായി വാർത്ത വന്നുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ക്ഷേമ പെൻഷനിൽ 100 രൂപ മുതൽ 200 രൂപ വരെയൊക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഈ ഒരു വർഷത്തിൽ അത്തരത്തിലൊരു ജനപ്രിയ നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ കഴിയാതെ പോയത്? അത് നമ്മൾ പ്രഖ്യാപിച്ചു പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ. കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു 2-3-4 വർഷം മുമ്പ്, ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക 5 ഗഡുവായിരുന്നു. 5 ഗഡു എന്ന് പറയുമ്പോൾ 5000 കോടിയാണ്. അപ്പോൾ അന്ന് നമ്മൾ ആലോചിച്ചിട്ട് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നമ്മൾ 2 ഗഡു ഈ വർഷം കൊടുക്കും. 2000 കോടി കൊടുത്തു. ഇനി 3000 കോടി കൊടുക്കാനുണ്ട്. ഈ 3000 കോടിയും കൂടെ കൊടുത്തു തീർത്താലേ നിലവിലുള്ള കുടിശ്ശിക തീരൂ. ആ കുടിശ്ശിക തീർക്കുന്നതിനല്ല ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷമാണല്ലോ നമുക്ക് മറ്റു വർധനയോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തോ ലാഭിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് പറയുകയും കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പ്രാക്ടിക്കലി അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്, ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ച്.